തന്നിരിക്കുന്ന ജാതകക്കാരന്റെ നക്ഷത്രം വെച്ച് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അല്പം അപകടത്തിലേക്കാണല്ലോ ഭാരതിയമ്മേ. ഇപ്പൊ തുടങ്ങും ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും പറയാം. ഉറപ്പല്ലേ? മിണ്ടാതിരിക്കടി. തിരുമേനി പറയും. വരുണിന്റെ വിവാഹം നല്ല രീതിയിലല്ലേ നടന്നത്? അതെ. പക്ഷേ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. മാംഗല്യത്തിന്റെ കെട്ടുറപ്പില്ലാത്തത് തന്നെയാണ് കുടുംബത്തെ ത്രസിപ്പിച്ചിരിക്കുന്നത്. പരിഹാരം ചെയ്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് കുടുംബത്തിലാകമാനം വ്യാപിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം. അല്പം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതിന്റെ കാരണവും നേരത്തെ പറഞ്ഞത് തന്നെ ആവാം. അത് വീണ്ടെടുക്കണം. അതിനെ ഒരു ഐശ്വര്യ പൂജ നടത്തണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെ തന്നെ എന്ന് പറഞ്ഞാല് എന്താ കുഴപ്പം? കുറച്ചു കഴിയുമ്പോ പരമേശ്വരൻ ആശുപത്രിയിൽ നിന്ന് വരില്ലേ? പിന്നെ സാധനങ്ങൾ സംഘടിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള ചാർട്ട് അതിൻ്റെതായ ആൾക്കാരെ ഏൽപ്പിച്ചാ പോരെ. പിന്നെന്താ കുഴപ്പം? ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഐശ്വര്യപൂജയിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വരുൺ താലി ചാർത്തിയ പെണ്ണാണ്. അതൊന്നും നടക്കില്ല. നടക്കും. അതെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ തീരുമാനിച്ചോളാം. ശരി, ആറ്റൂർ വാസുദേവൻ നമ്പൂതിരിക്ക് ഞാനൊരു കുറിപ്പ് തരാം. പരിഹാര പൂജയുടെ വിശദാംശങ്ങൾ അതിലുണ്ടാവും. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരുൺ താലി ചാർത്തിയ പെണ്ണിന്റെ കഠിന വ്രതം കൊണ്ടാണ് ഈ കുടുംബത്തിന്റെ രക്ഷ. എല്ലാവരും കേട്ടല്ലോ. അപ്പോ നാളെ തന്നെ ഐശ്വര്യ പൂജ നടത്തണം. അതിനുള്ള ഒരുക്കങ്ങള് എല്ലാവരും തുടങ്ങിക്കോ. പരമേശ്വര, ആരാ നിന്നെ ഉപദ്രവിച്ചെന്ന് ചെറിയൊരു ഓർമ്മയെങ്കിലും നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലമ്മേ. നമ്മുടെ മതിൽക്കെട്ടിനകത്ത് ഇങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. കൊല്ലാൻ ഉദ്ദേശിച്ചതാവും. ചത്തു എന്ന് കരുതി ഇട്ടിട്ട് പോയതുമാവും. പോലീസുകാര് സംശയിച്ചത് വരുണിനെയാ. അറിയാലോ. ഇവിടെ ചില ആളുകളും അങ്ങനെ ചില സംശയങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. വരുൺ അടുത്തു വരുമ്പോ നീ സംസാരിക്കാതെ ഇരിക്കുന്നത് അവന്റെ ഉള്ളിലും അത് തട്ടുന്നുണ്ടാവും. ഞാൻ അവനോട് സംസാരിക്കാതെ ഒന്നുമില്ല. പിന്നെ എന്തോ ഒരു തടസ്സം അവന്റെ ഉള്ളിലും കിടപ്പുണ്ട്. അത് തനിയെ മാറിക്കോളും. എന്നെ അപകടപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ലോകം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എന്റെ നേരെ എന്റെ മകൻ കൈ ഉയർത്തുകയില്ല. എനിക്ക് അവനിലുള്ള വിശ്വാസം അത്രയ്ക്ക് ഉറച്ചതാ. ദൈവാധീനത്തിന്റെ കുറവാണെന്ന് ജ്യോത്സ്യർ പറഞ്ഞു. നാളെ മുതലുള്ള പൂജയും കർമ്മങ്ങളും കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടിക്കോളും. പത്മിനി, നീ എവിടെ ഇരിക്കെ? ഞാൻ ആ പൂജാരിയുടെ ആളുകളെ ഒന്നുകൂടി ഒന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും ഒരു മേൽനോട്ടം ഉണ്ടായാലല്ലേ പറ്റൂ. ശരിയമ്മേ. വിഷമിക്കരുത് കേട്ടോ. ഞങ്ങളെ തളർന്നു പോയാ അതാരെ കൊണ്ടും താങ്ങാൻ പറ്റില്ല.
നീ എന്താ മോനെ ഇവിടെ മാറി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. അച്ഛൻ നിന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുകയായിരുന്നു. അച്ഛന് നിന്നോട് ഒരു വിഷമവും ഇല്ലടാ. ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛൻ സംസാരിക്കാറുന്നില്ലേ? വിഷമമൊന്നും ഇല്ലെന്നും ഒരിക്കലും നീ അവനെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഈ പൂജയൊക്കെ ഒന്ന് കഴിയട്ടെ മോനെ, എല്ലാം ശരിയാവും. പൂജ കഴിഞ്ഞതുകൊണ്ട് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല മുത്തശ്ശി. വിശ്വാസം വേണം. എനിക്കതിന് വിശ്വാസക്കുറവിൻ്റെ അതൊന്നുമല്ല. ജ്യോത്സ്യൻ പ്രത്യേകിച്ച് പറഞ്ഞത് മുത്തശ്ശി കേട്ടതല്ലേ? ഞാൻ താലി ചാർത്തിയ ആൾ വേണം ചടങ്ങുകളിൽ വ്രതം നോക്കേണ്ടതൊക്കെ, അതിൽ മേൽനോട്ടം വഹിക്കേണ്ടതും. നാളെ പൂജാരിയും സംഘവും വരുമ്പോൾ എല്ലാവരും കൂടി എഴുന്നള്ളിച്ചു കൊണ്ട് നിർത്താൻ പോകുന്നത് പ്രിയങ്കയല്ലേ? അവളെയല്ല ഞാൻ താലി ചാർത്തിയെന്ന് മുത്തശ്ശിക്കെങ്കിലും അറിയാലോ. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടല്? നീ താലി ചാർത്തിയ ആള് തന്നെയാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിലും. ആ, നീ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ബാക്കിയൊക്കെ മുത്തശ്ശി നോക്കിക്കോളാം. എടാ, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അത് നടത്തിത്തരാനാ എന്റെ ഉദ്ദേശം. ചെല്ലടാ. ഹലോ. ആ, കണിമംഗലത്ത് നിന്നാ തിരുമേനി. ആ, പറഞ്ഞോളൂ ജയഭാരതിയമ്മേ. പരമേശ്വരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദമുണ്ട്. ഞാനിപ്പോ വിളിച്ചത്, നാളെ ഇവിടെ ഒരു പ്രത്യേക പൂജയുണ്ട്. ആറ്റൂര് വാസുദേവൻ നമ്പൂതിരിയെ തിരുമേനിക്ക് അറിയില്ലേ? അറിയില്ലേന്നോ? കേമനല്ലേ? അദ്ദേഹമാണ് പൂജ നടത്താൻ വരുന്നത്. ഇവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ട ഒരു പൂജ നടക്കുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളും അവിടെ ഉണ്ടാവണമല്ലോ. യശോദ അമ്മയൊക്കെ കൂട്ടി തിരുമേനി രാവിലെ തന്നെ ഇവിടെ എത്തണം. അതിനെന്താ, മോളെ വിവാഹം കഴിച്ച അയച്ച വീട്ടില് ഇങ്ങനൊരു ചടങ്ങുണ്ടാവുമ്പോ അതിൽ സഹകരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാരും വന്നിരിക്കും. ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നോക്കി നടത്താൻ ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. ഞാന് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ രാധിക. അവളാകുമ്പോ അതൊക്കെ വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് ചെയ്തോളൂല്ലോ. നന്നായി. കാലങ്ങളായി എനിക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കുന്നതും അത് കൃത്യമായിട്ട് ചെയ്യുന്നതും രാധിക മോളാണ്. എല്ലാം അവള് നോക്കിക്കോളും. എനിക്ക് അത് മതി. അപ്പോ രാധിക മോളെയും കൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തണം. മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. നാളെ ആറ്റൂർ തിരുമേനി എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. എന്നാ ആയിക്കോട്ടെ. ശരി. എന്റെ കുടുംബത്തിന് ഒരാപത്ത് സംഭവിക്കരുത്. വരുൺ താലി ചാർത്തിയ പെണ്ണാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യേണ്ടത് രാധിക തന്നെയാ. അവളെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. എന്തു ഭാവിച്ച യശോദ നീ ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? എന്ത് ധൈര്യത്തിലാ രാധികയും കൊണ്ട് കണിമംഗലത്ത് പോകാന്ന് നീ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാനാണോ തീരുമാനിച്ചത്? പറഞ്ഞത് ദേവേട്ടനല്ലേ? അമ്മയുണ്ടായിരുന്നല്ലോ ഒപ്പം. അതെ, പറഞ്ഞത് ദേവൻ തന്നെയാ. അവനിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. എല്ലാം അറിയാവുന്ന നിനക്ക് എന്താ പറഞ്ഞു വിലക്കമായിരുന്നില്ലേ? അമ്മ പറയാഞ്ഞത്? അവളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് വേറെ വൈരാഗ്യത്തിന്റെ ചിത്രമല്ലേ ദേവന്റെ മനസ്സിൽ? പ്രിയങ്കയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്ത വേണ്ടത് നിനക്കാ. ഇപ്പൊ കുറച്ചു നാളായിട്ട് വരുണും രാധികയും തമ്മിൽ കാണാറില്ല.
അതങ്ങനെ തന്നെ തുടരണം. എത്രമാത്രം അകലുന്നോ അത്രയും നല്ലത്. ദേവനിഞ്ഞു വരട്ടെ. ഒരു കാരണവശാലും അവളെയും കൊണ്ട് കണിമംഗലത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? പൂജയ്ക്ക് നിർബന്ധമായിട്ടും രാധയെ കൊണ്ടു ചെല്ലണമെന്ന് ദേവാരതിയമ്മയെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അവളാണോ പൂജ ചെയ്യുന്നത്? കണിമംഗലത്ത് ആർക്കും പൂജാകാര്യങ്ങൾ ഒരുക്കാനോ അത് ശ്രദ്ധിക്കാനോ അറിയില്ല. അതെല്ലാം അറിയുന്ന രാധിക ഒന്ന് വരണമെന്ന് പറയുമ്പോ അതെങ്ങനെ നിഷേധിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. കണിമംഗലത്ത് പോകുന്ന കൂട്ടത്തിൽ അവൾ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അമ്മ അവിടെ ഇരുന്നോ. ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. എന്നാലും എന്റെ വാക്ക് നീ കേക്കില്ല അല്ലേ? ഇല്ല അമ്മേ, ഇക്കാര്യത്തിൽ ഞാൻ കേൾക്കില്ല. കണിമംഗലത്ത് രാധിക മോളെ കൊണ്ടുചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. എന്താ കുട്ടി, ഇതുവരെ റെഡിയായില്ല നീ? അച്ഛാ, അമ്പലത്തേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ തിരിച്ചു വന്ന് അവിടെ പുറപ്പെടണമെന്ന്. അത് അച്ഛാ, മുത്തശ്ശി വരുന്നില്ല എന്നാ പറയുന്നത്. യശോദേ, നിങ്ങൾ രണ്ടുപേരും വേറെ റെഡിയായി വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോവാ. അച്ഛാ, മ്യൂസിക് ക്ലാസ്സില് അത് തന്നെ. അവൾക്ക് അവിടെ ജോലിയുള്ളതല്ലേ, വെറുതെ എന്തിനാ ലീവ് എടുക്കുന്നേ? അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാ അയാളുടെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? അച്ഛൻ പറഞ്ഞ അനുസരിക്കും മോളെ. പെട്ടെന്ന് പോയി റെഡിയായി വാ. അവിടെ ചെന്ന് പൂജയെ പങ്കെടുത്തിട്ട് എപ്പോ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കോ, അതോ ആരോടെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറയണോ? എനിക്ക് ഉണ്ടാക്കാനും വയ്യ, പുറത്തു നിന്ന് ആരോടും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനും പറയണ്ട. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. എന്നാ പിന്നെ അമ്മയും പോയി റെഡിയാവും. വാശിയൊക്കെ അങ്ങനെ അങ്ങ് തീരട്ടെ. മാറി നിന്നാ പറ്റില്ല. അവിടെ അവനും അവളും കണ്ടുമുട്ടുന്നതിനിടയിൽ ഞാനില്ലെങ്കിൽ എല്ലാം നശിക്കും. പോവുക തന്നെ. ഇതെത്ര ദിവസമായി കൽപ്പന ഈ പൂജ? 2 ദിവസം. 3-ാം ദിവസം രാവിലെയാണ് ഇത് പൂർത്തിയാകുന്നതെന്നാ പറഞ്ഞേ. ഇനി എന്തൊക്കെയാണാവോ പറയാൻ പോകുന്ന ചടങ്ങുകൾ? ഉർവശിക്ക് പൂജയിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അകത്തു പോയിരുന്നോളൂ. അല്ലമ്മേ, ഇത് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാ ഇതൊക്കെ വേണ്ടാത്തതായി തോന്നുന്നേ. സ്വന്തം ഭർത്താവിനും മകനും വേണ്ടിയും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പരമേശ്വര, ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിനക്ക്? ഇല്ലമ്മേ, പൂജ വരുണിന് വേണ്ടിയല്ലേ. അവന് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് ക്ഷീണമൊന്നും തോന്നില്ല.
നമസ്കാരം തിരുമേനി. നമസ്കാരം. ദേവനാരായണൻ വരുന്നുവെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. സുഖമാണല്ലോ അല്ലേ? ഓ, സുഖായിരിക്കുന്നു. ആ, വാഴപ്പള്ളി ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നത്തിനാണ് നമ്മൾ അവസാനമായി കണ്ടത്. തിരുമേനി എല്ലാം ഓർത്തു വച്ചിരിക്കുന്നല്ലോ, സന്തോഷം. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് നിൽക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാം കൃത്യമാണല്ലോ അല്ലേ? ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല തിരുമേനി. എനിക്കൊന്ന് കാലടറിയാലും പ്രാർത്ഥനയായിട്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ചുറ്റും. മുത്തശ്ശന്ന് വന്നേ. എന്താ ചേച്ചി എന്തിനു കൊണ്ടുവന്നേ? നിന്റെ അച്ഛൻ പറഞ്ഞ കേക്കണ്ടേ? ബഹളം വെച്ചപ്പോ എന്നോട് പോരണ്ടാന്നാ പറഞ്ഞത്. ദേവനാരായണൻ വന്നോളൂ. വിളക്കുകൾ കൊളുത്താം. വന്നോളൂ. രാധിക മോൾ എന്താ ഇവിടെ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. വാ മോളെ. ഇവർക്ക് എന്താ വല്ല ഭ്രാന്തമുണ്ടോ? ഇവിടെ അതെ, പൂജ നടക്കുമ്പോ തിരുമേനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ആർക്കും പൂജാവിധികൾ നോക്കി നടത്തി ശീലമില്ല. മോൾക്കത് അറിയാലോ, അതുകൊണ്ടാ പറയുന്നേ. പറ്റില്ലേ? ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. എല്ലാം ഓർത്തു വെച്ചോളാം. എല്ലാം ഓർത്താ മതി. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനിയിപ്പോ പൂജാകർമ്മങ്ങളിലേക്ക് കടക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. ആ, ശരി. ദൈവാധീനം എത്ര ഉണ്ടായാലും മനുഷ്യൻ അവരുടെ പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറികടക്കേണ്ട ചില നിമിഷങ്ങളുണ്ട്. കണിമംഗലം കുടുംബത്തിനും വരുണിന്റെ ജീവിതത്തിനും അങ്ങനെ നിർണായകരമായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഈ നടക്കുന്നത്. ഈ പൂജയിൽ വരുണിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതും വരുൺ താലികെട്ടിയ ആളാണ്.